സ്തോത്രം സ്തോത്രം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഓക്കെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ലൈവിൽ വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ദൈവത്തിൻ്റെ ദാസൻ സിജോ കുന്നേലിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദേവദാസൻ ഇങ്ങനൊരു അവസരം നൽകി ആൽഫ മിനിസ്ട്രീസിൻ്റെ ആൽഫ ഗോസ്പൽ മിനിസ്ട്രീസിലെ എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. നോർത്ത് ഇന്ത്യയിലാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അനേക ദൈവ ആത്മാക്കളെ ദൈവം നൽകട്ടെ. കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വാക്യം നമുക്ക് വായിക്കാം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3:17-18. അത്തിവൃക്ഷം തളർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചുപോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, ദൈവമേ സ്തോത്രം. കർത്താവേ, എൻ്റെ യേശുപ്പച്ച, കർത്താവേ, ദൈവമേ ഈ ഫേസ്ബുക്ക് കർത്താവെ ലൈവ് മീഡിയയിലൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്കായിരിക്കാൻ പലയിടങ്ങളിലായിരുന്നുകൊണ്ടായിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം. ഈ വായിച്ച വചനത്തിൻ്റെ അടിസ്ഥാനമായി ദൈവമേ വചന ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് അടിയുടെ നാവിനെ ബലപ്പെടുത്തുമാറാകണം. ഇതിൽ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കുമാറാകണം. ഇതിൻ്റെ അഡ്മിൻ പാനലായ ദേവദാസിനെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണം, സഹായിക്കുമാറാകണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു 4 വരി ഗാനം ഞാൻ പാടാം. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്ത് പോകുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മളിന്ന് വായിച്ചതായ വാക്യം പോലെ അതിൻ്റെ അവസാന ഭാഗങ്ങൾ ഇങ്ങനെ പറയുന്നു: എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വാക്യങ്ങൾ ഈ പ്രവചന പുസ്തകത്തിൽ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഈ ആധുനിക പെന്തക്കോസ് തലമുറയിലെ നമ്മളെപ്പോലൊക്കെ തന്നെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഹബക്കൂക്ക് പ്രവാചകൻ എന്ന് മനസ്സിലാക്കുവാൻ എനിക്കിടയായി. ഈ ഹബക്കൂക്ക് പ്രവചനം എന്ന് പറയുന്നത് ബൈബിളിലെ 35-ാമത്തെ പുസ്തകമാണ് ഈ ഹബക്കൂക്ക്. ഇതിൽ 3 അധ്യായങ്ങൾ മാത്രമാണുള്ളത്, 56 വാക്യങ്ങൾ.
ഹബക്കൂക്ക് എന്ന് പറയുന്ന വ്യക്തിക്ക് അനേകം സംശയങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് ഈ പുസ്തകത്തിൽ കാണുന്നു. ദൈവവുമായിട്ട് ഈ തൻ്റെ സംശയങ്ങൾ ദൈവവുമായിട്ട് പങ്കുവെക്കുവാനും ദൈവം കൊടുക്കുന്നതായ മറുപടികളുമാണ് ഈ പുസ്തകത്തിൽ നമുക്ക് ഉടനീളം കാണപ്പെടുവാനായിട്ട് ഇടയാകുന്നത്. പക്ഷെ ഇതിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ വരുമ്പോൾ താൻ ഈ ദൈവത്തോട് ചോദിച്ചതായ എല്ലാ ഉത്തരങ്ങൾക്കും ദൈവം മറുപടി നൽകി ദൈവത്തിന് കൂടുതലായിട്ട് അറിയുന്ന ഒരു വ്യക്തിയായിട്ട്, അത്രയും സന്തോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ ഹബക്കൂക്കിനെ കാണുവാനായിട്ട് ഇടയാകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധുനികമായി ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും അധികം നമ്മളോട് തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്തുകൊണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻസ്. ഞങ്ങൾ ഇത്രയൊക്കെ ഞങ്ങൾ പ്രവർത്തിക്കുന്നല്ലോ, നന്മ ചെയ്യുന്നവർക്ക് മാത്രമാണോ ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളത്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നല്ലോ, നന്മ പ്രവർത്തിക്കുന്നവർക്കും മറ്റുള്ളവർക്ക് സഹായിക്കുന്നവർക്കും മറ്റുള്ളവരെ കൈത്താങ്ങുന്നവർക്കും മാത്രമാണല്ലോ ഈ പ്രശ്നങ്ങളെന്ന് ആലോചിക്കുന്നത്. ഈ പറയുന്ന ഞാനടക്കം പലപ്പോഴും നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ടെന്ന് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചോ, എന്തുകൊണ്ട് ഞാൻ മാത്രം ഇങ്ങനെയായിപ്പോയി, എൻ്റെ അവസ്ഥകൾക്ക് ഒരു വ്യത്യാസം വരുന്നില്ലല്ലോ എന്ന് പലപ്പോഴും നമ്മൾ ദൈവത്തോട് വാദപ്രതിവാദം ചെയ്യുവാനുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ കാണപ്പെടുന്ന ദൈവത്തോട് നമ്മൾ അടുത്തിരുന്നാൽ, ദൈവത്തോട് നമ്മൾ പറ്റിച്ചേർന്നിരുന്നാൽ, അതിന് നമ്മൾ ചോദിക്കുന്നതായ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഒരു ദൈവമായിട്ടല്ല, സ്നേഹമുള്ള ഒരു പിതാവിനെ പോലെയാണ് ദൈവം ഇവിടെ ഹബക്കൂക്കിന് ഇവിടെ വെളിപ്പെട്ട് വരുന്നത്. ഞാൻ അതിന്റെ വിശകലനത്തിലോട്ട് പോകാം. 2 തവണ ഹബക്കൂക്ക് ദൈവത്തോട് പ്രതിവാദം ചെയ്യുവാനായി ഇടയായി. പക്ഷെ 2 തവണ ഹബക്കൂക്ക് പ്രവാചകൻ ദൈവത്തോട് പ്രതിവാദം ചെയ്തു എങ്കിൽ തന്നെയും ദൈവം കൊടുത്തതായ മറുപടിയിൽ താൻ വളരെയധികം തൃപ്തനായി കാണപ്പെടുവാൻ നമുക്കിവിടെ ഇടയാകുന്നു. കാരണം വേറൊന്നുമല്ല, നമ്മൾ പലപ്പോഴും ദൈവത്തിന് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കുരുക്കാറുള്ള ആൾക്കാരാണല്ലേ. ദൈവത്തോട് പറ്റിയിരിക്കാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാറില്ല. നമുക്കെപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾക്ക് വിടുതൽ വേണം, നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് എപ്പോഴും പരിഹരിക്കപ്പെടണം എന്നുള്ളൊരു ചിന്താഗതിയോടെയാണ് നമ്മൾ എപ്പോഴും ദൈവത്തോട് നമ്മൾ സമീപിക്കാറുള്ളത്. ഒരിക്കലും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാറില്ല, നമ്മൾ ദൈവത്തോട് നമ്മൾ പറ്റിച്ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കാറില്ല. പക്ഷേ ഹബക്കൂക്ക് പ്രവാചകൻ അങ്ങനെയല്ല. താൻ ദൈവത്തോട് പറ്റിയിരുന്നു, താൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കും ദൈവം ഇവിടെ ഇടയായി. നമ്മളിവിടെ ബൈബിളിൽ വായിക്കുമ്പോൾ ഇത് വളരെയധികം ചെറിയ ഒരു അധ്യായമാണ്. 3 അധ്യായങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. എങ്കിൽ തന്നെയും ഇതിലെ ഓരോ വാക്യങ്ങളും വിലയേറിയ മുത്തുകളായിട്ടാണ് നമ്മൾ ഇവിടെ കാണപ്പെടുന്നത്. യോന പ്രവാചകന്റെ പുസ്തകം പോലെ വളരെ ചെറിയ അധ്യായമാണ് എങ്കിൽ തന്നെയും യോന എഴുതിയിരിക്കുന്നത് ഗദ്യരൂപത്തിലാണ്. ഇവിടെ ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകം പദ്യരൂപത്തിലാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ അവസാന ഭാഗങ്ങളിൽ സംഗീത പ്രമാണിക്ക് തന്ത്രിനാദത്തോടെ എന്നുള്ള ആ വാക്യത്തിൽ നമുക്ക് കാണപ്പെടാം. ഇതൊരു പദ്യരാഗം തന്നെയാണ്, ഇത് എഴുതിയത് ഹബക്കൂക്ക് പ്രവാചകൻ തന്നെയാണെന്നും നമുക്കിവിടെ വാക്യങ്ങളിൽ നമുക്കിവിടെ പ്രൂഫുണ്ട്. ദൈവനാമത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. അതുപോലെ തന്നെ ഇത് 3 പ്രവാചന, അതായത് ഹബക്കൂക്ക്, നഹൂം, സെഫന്യാവ്, ഈ 3 പുസ്തകങ്ങളിൽ ഒരുപോലെയാണ്, ഒരേ കാലഘട്ടത്തിലാണ് ഇത് എഴുതുവാൻ ഇടയായത്. വേറൊന്നുമല്ല, ഇത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കാം, എന്തൊക്കെ നമുക്ക് ദൈവത്തോടുള്ള നമ്മുടെ ചോദ്യങ്ങളും ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെതായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ നഹൂം, ഹബക്കൂക്ക്, സെഫന്യാവ് പ്രവചനങ്ങളിൽ നമ്മൾ കാണപ്പെടുവാനായിട്ട് ഇടയായത്. ഇവിടെ ഒരു സിസ്റ്റർ പ്രാർത്ഥന അപേക്ഷിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം ലക്ഷ്മി സിസ്റ്റർ, കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ മെസ്സേജ് കണ്ടു. ഞാൻ ഇതിന്റെ അവസാനത്ത് ഞാൻ എന്തായാലും സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കാണപ്പെടുന്നത് ഈ 3 പ്രവചന പുസ്തകത്തിലും ഒരേപോലുള്ള കാര്യങ്ങളാണ്. അതിൽ ഈ ഹബക്കൂക്ക് പ്രവചനത്തിൽ ഒന്നും കൂടെ നമ്മൾ ഒരു സാധാരണപ്പെട്ട നമ്മൾ ചിന്തിക്കുന്നതായ ചിന്തകളും അതിനുള്ള മറുപടികളുമാണ് ഇവിടെ നമുക്ക് കാണപ്പെടുവാനിടയാകുന്നത്. ആയതുപോലെ തന്നെ ഇതിന്റെ പ്രധാന ഒരു വാക്യം എന്ന് പറയുന്നത് ഇതിന്റെ 2:4 നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും.
പുതിയ ലേഖനത്തോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒരു പുസ്തകമാണ് ഇത്. കാരണം റോമർ, ഗലാത്യർ, എബ്രായ ലേഖനം ഇതിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഈ ഒരു വാക്യത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അതിന്റെ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നതായിട്ടുള്ള അതിനോട് ഉദ്ധരിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന വാക്യങ്ങളാണ് റോമർ, ഗലാത്യർ, എബ്രായ ലേഖനം എന്ന് നമുക്കിവിടെ കാണപ്പെടുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം ബൈബിളിലെ ഏറ്റവും പ്രധാനമായ പുസ്തകം എന്ന് നമ്മൾ വായിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഓരോ വാക്യങ്ങളും വിലയേറിയ മുത്തുകൾ തന്നെയാണ്. ഹബക്കുക്ക് എന്ന വാക്കിന്റെ അർത്ഥം ഹബാക്ക് എന്ന വാക്കിൽ നിന്നാണ് ഹബുക്കുക്ക് എന്ന വാക്ക് ചേർന്നിരിക്കുന്നത്. ഹബാക്ക് എന്ന് പറഞ്ഞാൽ ആലിംഗനം ചെയ്യുക. ഹബക്കുക്ക് എന്ന് പറഞ്ഞാൽ ആലിംഗനം ചെയ്യുന്നവൻ, അതായത് ചേർത്ത് നിർത്തുന്നവൻ. തന്റെ ജനത്തെ ചേർത്ത് നിർത്തിയ ഒരാളാകുന്നു ഹബക്കൂക്ക്. തന്റെ ജനത്തിന് ഒത്തിരി പ്രശ്നങ്ങൾ വന്നപ്പോൾ ദൈവത്തോട് അനേകം ചോദ്യങ്ങൾ, ദൈവമേ എന്റെ ജനങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്ര പ്രശ്നങ്ങൾ വന്നു എന്ന് ദൈവത്തോട് ചോദിക്കുകയും തന്റെ ജനത്തെ ദൈവഹിതപ്രകാരമായാൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിൽ നിങ്ങൾക്ക് വന്ന പ്രശ്നങ്ങളിൽ ദൈവം ഒരു വിടുതൽ അയക്കും എന്ന് ജനങ്ങളെ ചേർത്ത് നിർത്തി തന്റെ ജനത്തിന് ആശ്വാസം പകർന്ന ഒരാളാണ് ഹബക്കൂക്ക് പ്രവാചകൻ എന്ന് പറയുന്നത്. ഹബക്കൂക്ക് വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. പലപ്പോഴും സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ദൈവത്തോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. താനൊരു പാട്ടുകാരനാണ് ഹബക്കൂക്ക്. അതുമാത്രമല്ല ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ പല പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന കൂട്ടുകാരൊക്കെ നമ്മളെ വിട്ടു പോകും. നമ്മൾ തന്നെ നമ്മുടെ വിഷയങ്ങളിൽ നിന്ന് ഓടിപ്പോകുവാനായിട്ട് ഇടയാകും. കാരണം വേറൊന്നുമല്ല, പലപ്പോഴും നമുക്കിനി മുന്നോട്ട് നമുക്കിനി ഒരു വഴിയുമില്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഈ ദൈവവചനം പറയുന്നെങ്കിലും എന്നെ കൂടെ ചേർത്ത് നിർത്തി തന്നെയാണ് ഞാൻ ഇവിടെ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇനി നമുക്ക് മുൻപോട്ടൊരു വഴിയില്ല, ഇനി മുൻപോട്ടൊരു നമുക്ക് ഒരു സൈഡിലോട്ട് നമ്മളൊരു ബോക്സിനകത്ത് അടയ്ക്കപ്പെട്ടതുപോലത്തെ അവസ്ഥ പലപ്പോഴും നമുക്ക് ഉണ്ടാകാറുണ്ട്. പക്ഷെ ആ സമയങ്ങളിലെല്ലാം നമ്മൾ ദൈവത്തോട് പറ്റി ചേർന്നിരുന്ന കർത്താവെ, എൻ്റെ വിഷയങ്ങളിൽ ഇങ്ങനൊരു അവസ്ഥ എനിക്ക് വന്നുവെങ്കിൽ അതിനുള്ള പരിഹാരകൻ അങ്ങ് മാത്രമാണ് എന്ന് ദൈവത്തോട് പറ്റി ചേർന്നിരുന്നു കൊണ്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ തീർച്ചയായിട്ടും ദൈവം അതിനൊരു മറുപടി നൽകുമെന്ന് തന്നെയാണ് ഈ പുസ്തകം നമുക്കിവിടെ വിളിച്ചു പറയുന്നത്. കാരണം ഹബക്കൂക്ക് തന്റെ ജനത്തിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നൽകിയ മറുപടി, ഞാൻ തീർച്ചയായിട്ടും ബാബിലോണെ കൊണ്ട് യഹൂദയത്തോടും. അപ്പൊ പിന്നെ ഹബക്കൂക്ക് സംശയത്തിലെ അത് കൊള്ളാലോ, യഹൂദ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്, ബാബിലോൺ എന്ന് പറഞ്ഞ ഇതിനെക്കാട്ടും ദുഷ്ടതയേറിയ ജനമാണ്. അപ്പൊ ബാബിലോണെ കൊണ്ട് ദൈവമേ, ഞാൻ പിന്നെയും കൺഫ്യൂഷൻ ആയല്ലോ, ബാബിലോണെ കൊണ്ട് അങ്ങ് എങ്ങനെയാണ് യഹൂദയെ തൊടുന്നത്? അപ്പൊ ദൈവം പറഞ്ഞൊരു മറുപടി ഇങ്ങനെയാണ്, ഞാൻ ബാബിലോണെയും ഞാൻ ശിക്ഷിക്കും, പക്ഷേ പാപം ചെയ്യുന്നവർക്കാർക്കും ഈ ശിക്ഷാവിധിയിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടുവാൻ കഴിയില്ല. ദൈവത്തിന്റെ പ്ലാനുകളും പദ്ധതികളും നമ്മളെപ്പോലെയല്ല. നമ്മളെക്കാൾ അധികം കുറ്റം ചെയ്തവരെ കൊണ്ട് ഒരുപക്ഷെ നമ്മളെ ശിക്ഷിച്ചെന്നാൽ തന്നെയും അവർക്ക് കുറ്റമില്ല എന്നല്ല. ദൈവം പാപം ചെയ്ത എല്ലാവരെയും ദൈവം ശിക്ഷിക്കും. പക്ഷെ ആരിലൂടെ, എങ്ങനെയാണെന്നൊക്കെയുള്ള നമുക്ക് ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത ആൾക്കാരായിരിക്കും നമുക്ക് പ്രതികൂലമായി നിൽക്കുന്നത്. ഒരുപക്ഷെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരായിരിക്കും നമുക്ക് പ്രതികൂലമായി നിൽക്കുന്നത്. അത് ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയുമാണെന്ന് മാത്രം കണ്ടുകൊണ്ട് ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നാൽ മാത്രം മതി. അല്ലാതെ വേറൊന്നും നമ്മൾ ചിന്തിക്കേണ്ട, വേറൊന്നും നമ്മൾ അധികമായിട്ട് നമ്മൾ ദൈവത്തിനോട് ചോദ്യം ചെയ്യാനൊന്നും പോണ്ട. പക്ഷെ ഒരു കാര്യം മാത്രം ചിന്തിക്കുക, പാപം ചെയ്യുന്നവർക്ക് ശിക്ഷാവിധി ഉറപ്പാണ്. പക്ഷെ ദൈവം ചെയ്യുന്ന വിധങ്ങളും നമ്മുടെ വിചാരങ്ങളല്ല ഒരിക്കലും ദൈവത്തിന്റെ വിചാരങ്ങൾ, നമ്മുടെ പദ്ധതികളും പ്ലാനുകളും അല്ല ഒരിക്കലും ദൈവത്തിന്റെ പദ്ധതികളും പ്ലാനുകളും എന്ന് മാത്രം നമ്മൾ ഇവിടെ കരുതിയാൽ മതി. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം ഇതിന്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നു, ഈ 2 തവണ ഹബക്കൂക്ക് പ്രവാചകൻ ദൈവത്തോട് വാദപ്രതിവാദം ചെയ്തു. ദൈവത്തെ വളരെയധികം അടുത്തറിഞ്ഞ ആളാണ് ഹബക്കൂക്ക് പ്രവാചകൻ. താൻ ദൈവത്തെ വളരെയധികം അടുത്ത് അറിഞ്ഞിട്ട് അവസാന ഭാഗങ്ങളിൽ വരുമ്പോൾ, 3-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട് അതാണ് നമ്മളിവിടെ കാണുന്നത്. എന്ത് പ്രശ്നം വന്നാലും എങ്കിലും ഞാൻ യഹോവയിൽ ആശ്രയിക്കും, എന്ത് പ്രശ്നം വന്നാലും ഞാൻ യഹോവയിൽ ആശ്രയിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ച് ഉല്ലസിക്കുമെന്ന് താൻ പറയുന്നത്. ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും പ്രതികൂലങ്ങളും താൻ കടന്നു വന്നപ്പോൾ നമ്മൾ ബൈബിളിൽ തന്നെ പലയധികം വ്യക്തി ജീവിതങ്ങളെ നമ്മൾ കാണാറുണ്ട്. ഉദാഹരണത്തിന് യോബിനെ എടുക്കാം. യോബിൻ്റെതായ അവസ്ഥകൾ എല്ലാവർക്കും അറിയുന്നതാണ്. സ്വന്തം മക്കൾ നഷ്ടപ്പെട്ടോ, നമ്മളെല്ലാവരും അമ്മമാരാണ്, നമുക്കറിയാമല്ലോ നമ്മുടെ
നമ്മുടെ മക്കൾക്ക് ഒരു കുഞ്ഞു പനി വന്നാലോ, അല്ലെങ്കിൽ അവർക്കൊരു വയറുവേദന വന്നാലോ, അവരെന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചാലോ, നമ്മൾ അനുഭവിക്കുന്ന ആ വേദനകൾ നമ്മൾ അമ്മമാരാണ്, അപ്പന്മാരാണ്, നമുക്കറിയാം നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന ആ വേദന. പക്ഷെ തൻ്റെ തലമുറയെല്ലാം നശിച്ചു എന്നുള്ള വാക്ക് കേട്ടപ്പോഴും, സ്വന്തം ഭാര്യ തള്ളിക്കളഞ്ഞപ്പോഴും ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട്, ദൈവത്തെ കൂട്ടുകാർ തള്ളിപ്പറഞ്ഞപ്പോഴും ദൈവത്തെ പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിയാണ് ഇയ്യോബ്. അതുപോലെ തന്നെ യോസേഫിന്റെ കാര്യം തന്നെ എടുത്താലും സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം സഹോദരങ്ങൾ പല 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 അവസരങ്ങളിലൂടെ താൻ കടന്നുപോയെങ്കിൽ തന്നെ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട് അതിന്റെ അവസാന പീരീഡുകളിൽ ദൈവം നൽകിയതായ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനൊക്കെ ഇടയാക്കിയ വ്യക്തി ജീവിതങ്ങളാണ് ബൈബിളിൽ നമ്മൾ പല ജീവിതങ്ങളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മളും അതുപോലെ തന്നെ ആയിരിക്കുക. ദൈവത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യരുത് ഒരിക്കലും. ദൈവമേ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് ക്വസ്റ്റ്യൻ ചെയ്യരുത്. ദൈവം ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്ന് വചനം ഇവിടെ പറയുന്നു. അങ്ങനെയെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ ദൈവം മാത്രമാണ്, ആ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ ദൈവം മാത്രമാണ് അതിന്റെ ആള്, അല്ലെ? തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ ദൈവത്തിന്റെ മുൻപിലേക്ക് കടന്നു ചെന്നുകൊണ്ട്, ദൈവമേ ഞാൻ അനുഭവിക്കുന്നതായി വിഷമങ്ങളിൽ പാട്ടുകാരന് പാടിയതുപോലെ മുൻപിലൊരു ചോടു വെപ്പാൻ മാത്രമാണ്, മുൻപിലൊരു ചോടു വെപ്പാൻ മാത്രമിട കാണുന്നു ഞാൻ, അല്ലേ? പലപ്പോഴും നമ്മുടെ അവസ്ഥകൾ ഇങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ നമുക്ക് മുൻപിലൊരു ചോട് വെക്കുവാൻ പോലുമുള്ള സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ല. പക്ഷെ ആ സമയത്തൊക്കെയും ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നു കൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച ദൈവം അതിൻ്റെതായ മറുപടികൾ ദൈവം ഇവിടെ കാണുവാനായിട്ട് ഇടയായി തീരും. ഹബക്കൂക്ക് പറയുന്നത് ഇതിന്റെ അവസാന ഭാഗങ്ങളിൽ കാർമേഘം ഒഴിഞ്ഞതായ മാനം തെളിഞ്ഞ തന്റെ ഹൃദയം പ്രകാശപൂരിതമായെന്ന് പദ്യരാഗത്തിൽ ഇവിടെ താൻ എഴുതുവാനിടയായി. കാരണം ഇതിന്റെ ആദ്യ അധ്യായങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് ദൈവത്തിന്റെ മുൻപിൽ വന്ന ഒരു വ്യക്തിയാണ് ഹബക്കൂക്ക് പ്രവാചകൻ. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ വരുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന്. പക്ഷെ ഇതിന്റെ അവസാന ഭാഗങ്ങളിൽ ദൈവം കൊടുത്തതായ മറുപടിയിൽ വളരെയധികം സന്തോഷത്തോടെ, ദൈവം കൊടുത്തതായ ആ അനുഭവങ്ങളിൽ വളരെയധികം തൃപ്തനായിട്ട് കാണപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ ഹബക്കൂക്ക് പ്രവാചകനെ കാണുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയം വെക്കുക. സംഗീതക്കാരൻ പറയുന്നത് പോലെ നമുക്ക് വായിക്കാം. 73-ാം സങ്കീർത്തനം 73-28. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എന്റെ സങ്കേതമായിരിക്കുന്നു. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എന്റെ സങ്കേതമാക്കിയിരിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് അടുത്തിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് എന്ന് ആസാഫിന്റെ സംഗീതത്തിൽ ആസാഫ് ഇവിടെ ഇങ്ങനെ പറയുന്നു, ദൈവത്തോട് അടുത്തിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ തന്ത്രിനാഥത്തോടെ സംഗീത പ്രമാണിക്ക് എഴുതിയതായി ഹബക്കൂക്ക് പ്രവചനത്തിലും അങ്ങനെ പറയുന്നു, ദൈവത്തോട് അടുത്തിരിക്കുന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ലത്. നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ കുടുംബ പ്രശ്നങ്ങളായിക്കോട്ടെ, ഒരുപക്ഷെ നമ്മുടെ ജോലി സംബന്ധമായ വിഷയങ്ങളായിക്കോട്ടെ, ഒരുപക്ഷെ നമ്മുടെ എന്ത് വിഷയങ്ങൾ തന്നെ ആയിരുന്നാലും ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നാൽ അതിനൊരു മറുപടി തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് പൂർണ്ണമായും ഈ ബൈബിൾ നമ്മളെ ഈ പുസ്തകം നമ്മളെ വിളിച്ച് അറിയിക്കുന്നു. പല അവസ്ഥകളിലൂടെയും പല ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നുപോകുന്ന പ്രിയ ദൈവമക്കൾ ഈ പുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. വേറൊന്നും കൊണ്ടല്ല, ഇത് വായിക്കുമ്പോൾ നമുക്ക് വളരെയധികം, എൻ്റെ മനസ്സിന് വളരെയധികം ആശ്വാസമുണ്ട്. കാരണം നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് ഹബക്കൂക്ക് പ്രവാചകൻ ഇവിടെ ചിന്തിച്ചത്. നമ്മൾ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലെ തന്നെയാണ് താനും ദൈവത്തോട് ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കുന്നത്. അതിനുള്ള മറുപടികളെല്ലാം ദൈവം കൊടുത്തിരിക്കുന്നത് അത് വളരെ നമുക്ക് രസകരമായി, നമുക്കത് ജീവിതത്തിൽ നമുക്ക് വളരെയധികം അനുഭവത്തോടുകൂടെ വായിക്കുവാനൊക്കെയുമുള്ള ദൈവം നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്നു. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം, വേറൊന്നും കൊണ്ടല്ല. എൻ്റെ സെക്കൻഡ് ഡെലിവറി എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ കുവൈറ്റിലാണ് താമസിക്കുന്നത്. കുടുംബമായിട്ട് ദൈവകൃപയാൽ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. ഞങ്ങൾ കടന്നു പോകുന്ന ചർച്ച് പെനിയൽ IPC ആണ്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞങ്ങളുടെ ചർച്ചിനെ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. ഞാൻ ഇവിടെ എൻ്റെ സെക്കൻഡ് ഡെലിവറി സമയത്ത് പെട്ടെന്ന് തന്നെ എനിക്ക് BPO ഷുഗറോ അങ്ങനെ ഒന്നും എനിക്കില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് 6th മന്ത് മുതൽ എനിക്ക് ഹൈ BP ആകുവാനായി ഇടയായി. ഹൈ BP എന്ന് പറഞ്ഞാൽ നല്ല 200-210 ഒക്കെയാണ് എൻ്റെ BP ആയിരുന്നത്. ആ സമയത്തൊക്കെയും ഒരു അസാമാന്യമായ ഒരു ശക്തി എന്നിൽ വരുന്നത്
എനിക്ക് അനുഭവിപ്പാനിടയായി. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഞാൻ അറിയുന്നില്ല, ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർ ചെക്ക് ചെയ്യുമ്പോഴെല്ലാം അവർ പറയുന്നുണ്ട്, അയ്യോ സിസ്റ്റർ നിങ്ങൾക്ക് തല കറങ്ങുന്നുണ്ടോ, മോളെ നിനക്ക് എന്താണ് നിന്റെ ബുദ്ധിമുട്ട്. പക്ഷെ എനിക്ക് ദൈവകൃപയാൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഞാൻ അനുഭവിക്കുന്നില്ല. അവരെന്നെ അഡ്മിറ്റ് ചെയ്യുവാനിടയായി. ഞാൻ പിന്നെ എന്നെ അഡ്മിറ്റ് ചെയ്യേണ്ട, എനിക്ക് ഒരു പ്രശ്നങ്ങളുമില്ല. അഡ്മിറ്റ് ചെയ്ത് അവർ ഓരോ തവണ BP നോക്കുമ്പോൾ എൻ്റെ BP എപ്പോഴും ഹൈ ആയിട്ടാണ് കാണിക്കുന്നത്. അവരെനിക്ക് മെഡിസിൻ തരുന്നു, ഡോക്ടർമാർ മാറി മാറി എന്നെ നോക്കുന്നു. പക്ഷേ എനിക്കറിയില്ല, എനിക്ക് യാതൊരു വിധമായ സൈൻസ് ആൻഡ് സിംറ്റംസ് എനിക്ക് കാണിക്കുന്നില്ല. തലകറക്കമോ അല്ലെങ്കിൽ ബ്ലഡ് വിഷനോ ഒന്നും എനിക്ക് അനുഭവപ്പെടുന്നില്ല. അവർ പറഞ്ഞു, അയ്യോ ഇതെന്താണ്. ഇത് അറിഞ്ഞുകൊണ്ട് പല ഡോക്ടേഴ്സുമാർ എന്നെ വന്ന് കാണുവാനിടയിൽ ഇത്രയും ഹൈ BP ആയിട്ട് ഒരു സിംറ്റംസ് പോലും ഇരിക്കാന്ന്. അതും ഒരു പ്രഗ്നന്റ് ലേഡിയാണ്. ദൈവകൃപയാൽ എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് എല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ട്. സ്കാനിങ്ങിലെല്ലാം ദൈവകൃപയാൽ അതെല്ലാം വളരെ കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. ഇവർ BP കൂടുമ്പോഴെല്ലാം എന്നെ നേരെ ലേബർ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ലേബർ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് അവിടെ ചെന്ന് ഞാൻ മെഡിസിനൊക്കെ 2 ഇഞ്ചക്ഷനൊക്കെയും എടുത്ത് ഒന്ന് കുറയുമ്പോഴത്തേനും ഇങ്ങോട്ട് തിരിച്ച് വാർഡിലോട്ട് തന്നെ കൊണ്ടുപോയി. ഇത് തന്നെയാണ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ദൈവകൃപയാൽ ദൈവത്തോട് പറ്റിയിരുന്നവർക്ക് ദൈവം ആശ്വാസം നൽകുമെന്ന് പറഞ്ഞതുപോലെ ദൈവം അടിയനോട് കൂടെ ഇരുന്നു. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞില്ലേ, ഒരു അസാമാന്യമായ ശക്തി, ഒരു അസാമാന്യമായ പവർ എൻ്റെ ഉള്ളിൽ വരുവാനും എനിക്കൊന്നിനോടും ഭയം തോന്നിയില്ല. എനിക്കൊന്നിനോടും ഇവരെല്ലാം എന്നെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴും എനിക്ക് എൻ്റെ ശരീരത്തിൽ ഇനി ക്യാനിൽ ഇടാനുള്ള സ്ഥലമില്ല. കാരണം ശരീരം മുഴുവൻ നീരാണ്. അപ്പോൾ ക്യാനിൽ ഇടാനുള്ള സ്ഥലമൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷെ അവർ ഇട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം എനിക്ക് പെയിനേ എടുക്കുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഈ കൊച്ചിനെന്താ പെയിൻ ഒന്നും ഇല്ലേ, ഈ കുത്തുന്നതൊന്നും ഈ കൊച്ചു അറിയുന്നില്ല, ഞങ്ങൾക്ക് തന്നെ വിഷമം വരുന്നുണ്ട് ഈ കുഞ്ഞിനെ ഇങ്ങനെ കുത്താൻ വേണ്ടിയിട്ട്, ഈ കൊച്ചിന് എന്താ ഇതൊന്നും അറിയുന്നില്ലല്ലോ. അവിടെ എല്ലാം ദൈവത്തിന്റെ കൃപ അവളോട് കൂടെ ഇരുന്നു. ഞാൻ അങ്ങനെ എന്നെ പുകഴ്ത്തി പറയുന്നതല്ല. ദൈവത്തോട് നമ്മൾ പറ്റിയിരുന്നാൽ ദൈവം നമ്മളോട് കൂടെ ഇരിക്കും. ദൈവം എനിക്ക് ദാനമായ ഒരു പെൺകുഞ്ഞിന് നൽകുവാനായി ഇടയായി. അവള് പ്രീടേം ആണെങ്കിൽ തന്നെയും ദൈവം അവൾ ICUലായിരുന്നപ്പോഴൊക്കെ ദൈവത്തിന്റെ കൃപ അവളോടും ഞങ്ങളോടും കൂടെ ഇരിക്കുവാനായി ഇടയായി. ഞാൻ എൻ്റെ സാക്ഷ്യം എന്തിനു നിങ്ങളോട് പറഞ്ഞു എന്നാൽ നിങ്ങളെ ബലപ്പെടുത്തുവാൻ വേണ്ടി തന്നെയാണ്. ഒരുവന്റെ സാക്ഷി മറ്റൊരുവനെ ഉളവാക്കുന്നു. നിങ്ങൾക്കും പലപ്പോഴും നിങ്ങൾ കടന്നു പോകുന്നതായ പ്രതികൂല സാഹചര്യങ്ങൾ നമ്മൾ ചിലപ്പം വിചാരിക്കുന്ന സാഹചര്യങ്ങളായിരിക്കില്ല നമ്മുടെ ജീവിതത്തിൽ വന്നുപെടുന്നത്. പലപ്പോഴും നമ്മൾ അറിയാത്ത സാഹചര്യങ്ങളായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ വന്നുപെടുന്നത്. പക്ഷെ അവിടെ ഒക്കെയും ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നാൽ, ദൈവത്തോട് നമ്മൾ ചേർന്നിരുന്നാൽ, ദൈവത്തോട് നമ്മൾ പലപ്പോഴും ദൈവത്തിന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്ന ആൾക്കാരാണല്ലേ. ദൈവമേ, ഞാൻ ഇങ്ങനത്തെ പാതയിലൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ചെയ്യുമല്ലോ, എനിക്ക് അങ്ങനെ ഒന്ന് ചെയ്തു തരാമോ. നമ്മൾ പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളാണ് ദൈവത്തോട് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ദൈവം നയിക്കുന്ന വഴിയിലൂടെ കടന്നുപോയി ദൈവത്തിനോട് പറ്റിച്ചേർന്ന് ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മൾ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ദൈവം തീർച്ചയായിട്ടും നമുക്കൊരു മാർഗം കാണിച്ചു തരും. ദൈവം തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഹിതപ്രകാരം മുൻപോട്ട് എങ്ങനെ പോകണമെന്ന് ദൈവം നമുക്ക് വരച്ച് കാണിച്ചു തരും. അത് ആയതിനാൽ നമ്മൾ ദൈവത്തോട് പറ്റിയിരുന്നു കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ ദൈവത്തോട് മാത്രം ഷെയർ ചെയ്യുക. മനുഷ്യനോട് ഷെയർ ചെയ്യുക, അയ്യോ അങ്ങനെയാണോ, ശരി, മനുഷ്യനത് കേട്ട് അങ്ങനെ പോകുന്നവരായിരിക്കും. പക്ഷെ ദൈവത്തോട് നമ്മുടെ മുറി അടച്ച് നമ്മൾ റൂമില്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കേണ്ട സ്ഥലത്ത് പോയിരുന്ന് നമ്മൾ ദൈവത്തോട് മാത്രം നമ്മുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുക. ദൈവം അതിലൊക്കെ പൂർണ്ണമായ വിടുതൽ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വളരെയധികം ഹബക്കൂക്ക് പ്രവാചകൻ എന്ന് പറയുന്നത് താനൊരു പാട്ടുകാരനായിരുന്നു. അതുകൊണ്ടാണ് ഈ പുസ്തകം പദ്യരൂപത്തിൽ എഴുതുവാനായിട്ട് ഇടയായത്. പലപ്പോഴും പ്രശ്നങ്ങളൊക്കെയും വരുമ്പോൾ ഓടിപ്പോകുന്ന മനുഷ്യരാണ്. ഉരുക്ക് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ അതൊക്കെ തരണം ചെയ്ത് നിൽക്കുവാനുള്ള ഒരു കൃപയുള്ളത്. അതുപോലെ ഹബക്കൂക്ക് പ്രവാചകൻ അങ്ങനെയായിരുന്നു. താനൊരു ഉരുക്ക് മനുഷ്യൻ തന്നെയാണ്. ഇത്രയും പ്രശ്നങ്ങൾ വന്നപ്പോൾ ദൈവത്തിനെ ഒന്ന് ഇട്ടറിഞ്ഞു പോകാതെ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട് താൻ മാത്രമല്ല തന്റെ ജനത്തെയും കൂടെ താൻ ചേർത്ത് നിർത്തി തന്റെ പേരിൻ്റെതായ അർത്ഥം പോലെ തന്നെ ജനങ്ങളെ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ദൈവഹിതമാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുമെന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനും തന്റെ പേരിനെ അർത്ഥമാക്കും വണ്ണം ഹബക്കൂക്ക് തന്റെ ജനത്തെ ചേർത്ത് നിർത്തുവാനായിട്ട് ഇടയാക്കിയതായിട്ട് നമുക്കിവിടെ കാണുന്നു. അത് മാത്രമല്ല, ഹബക്കൂക്ക് വളരെയധികം ആകാംക്ഷയുള്ള വ്യക്തിയായിരുന്നു. കാരണമൊന്നുമല്ല, നമ്മൾ അർപ്പിച്ച പ്രാർത്ഥനകൾക്ക് ദൈവം എങ്ങനെയാണ് മറുപടി തരേണ്ടത് നമുക്ക് ഒരു ആകാംക്ഷയുള്ള വ്യക്തികളായിരിക്കണം. നമ്മൾ വെറുതെ
വെറുതെ പ്രാർത്ഥിച്ചു പോകുന്നവരല്ല, നമ്മുടെ വിഷയങ്ങൾ ദൈവത്തോട് പറയുന്നവരല്ല. നമ്മൾ ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് എങ്ങനെയാണ് മറുപടി തരേണ്ടെന്ന് കാത്തിരുന്ന് ആ വിഷയങ്ങൾക്ക് മറുപടി കാണുവാനുള്ള ഒരു ആകാംക്ഷ കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹബക്കൂക്കിന്റെ ആകാംക്ഷ ഇതൊന്നുമല്ലായിരുന്നു. ഞാൻ എൻ്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു, എൻ്റെ ജനത്തെ ദൈവം എങ്ങനെ വിടുവിക്കുന്നു, എൻ്റെ ജനത്തെ തന്റെ പ്രതികൂല ഘട്ടങ്ങളിൽ ദൈവം എങ്ങനെ അവരെ സഹായിക്കുന്നു എന്നുള്ളതായ മറുപടിക്കുള്ള ആകാംക്ഷയാണ് തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ദൈവം അതിനുള്ള മറുപടിയൊക്കെയും നൽകി തരുവാനായിട്ട് ഇടയായി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞുവല്ലോ, ഹബക്കൂക്ക് വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ചോദ്യങ്ങൾ ദൈവത്തോട് ഉന്നയിക്കുവാനായിട്ട് ഇടയായത്. പക്ഷെ അവിടെയൊക്കെ ദൈവം വളരെയധികം മനോഹരമായി വളരെയധികം കൃപയാൽ ദൈവം ആ ജനത്തെ നയിക്കുവാനും ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയൊക്കെ നൽകിക്കൊടുവാനായിട്ട് ഇടയായതായിട്ട് നമ്മൾ ഈ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു. നമ്മൾ എത്രയധികം പറയുന്നു എന്നല്ല, എന്തു പറയുന്നു എന്നാണ് നമുക്ക് ഈ പുസ്തകം നമ്മളോട് സംസാരിക്കുന്നത്. കാരണം വെറും നമ്മൾ ഓർക്കും നമ്മൾ 3 അധ്യായങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, ഇതങ്ങനെ വലിയ വാക്യങ്ങളോ വലിയ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ വിചാരിക്കുമ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾ, ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പ്രവചനങ്ങൾ വളരെയധികം വിലയേറിയ മുത്തുകളായിട്ട് നമ്മളിവിടെ കാണപ്പെടുവാനായിട്ട് ഇടയാകുന്നു. ഹല്ലേലൂയ. ദൈവം നിങ്ങളേവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. നീതിമാൻ ഒരിക്കലും തകർന്നു പോകുവാൻ ദൈവം ഇടയാകുകയില്ല. വിശ്വാസത്താലാണ് നമ്മളൊക്കെയും ആയിരിക്കും. നമ്മൾ ഈ ദൈവത്തെ അറിഞ്ഞ് നമ്മൾ ഈ വിശ്വാസ ദൈവത്തോട് വരുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ഭൗതിക ഇപ്പം നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ചിന്തിക്കും ഭൗതിക നന്മകൾ കൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്, നമുക്ക് തരുന്ന നന്മകളെ ആശ്രയിച്ചാണ് നമ്മൾ ദൈവത്തിൽ. ഇല്ല, അങ്ങനെയല്ല. ദൈവം ആരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവം തരുന്ന ഭൗതിക നന്മകളാലോ ദൈവം നമുക്ക് വെച്ചേക്കുന്ന അനുഗ്രഹങ്ങളാൽ ആശ്രയിച്ചല്ല നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്. ദൈവം ആരാണ്? കാരണം ഹബക്കൂക്ക് പ്രവാചകൻ ദൈവത്തെ നന്നായി അറിഞ്ഞ ആളാണ്. ദൈവത്തിന്റെ ആളത്വവും ദൈവത്തിൻ്റെതായ കൃപയും ദൈവത്തിൻ്റെതായ ശക്തിയും എല്ലാം അടുത്തറിഞ്ഞ ആളാണ്. അതുകൊണ്ടാണ് അവസാന ഭാഗങ്ങളിൽ താൻ ഇങ്ങനെ എഴുതുവാനായി ഇടയായത്. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിക്കും. എന്ത് പ്രശ്നം ഞങ്ങൾക്ക് വന്നാല്, എന്ത് വിഷയങ്ങൾ, എന്ത് പ്രതികൂലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നാല്, എന്തൊക്കെ തരണം ചെയ്യില്ല, ദൈവം അവിടെയൊക്കെ നമ്മുടെ കൂടെയുണ്ട്. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുമെന്നുള്ള തീരുമാനം താൻ വ്യക്തിപരമായിട്ട് നമ്മളും വളരെയധികം ആത്മാർത്ഥതയോടെ നമ്മുടെ വിഷയങ്ങളുമായി ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ നമ്മളും ഇതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആവശ്യമാകുന്നു. എന്ത് വന്നാലും, എന്ത് പ്രശ്നങ്ങൾ വന്നാലും, ദൈവം എന്നെ ആ വിഷയങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നാലും, ഞാൻ ആ വിഷയത്തിൽ തന്നെ കുരുങ്ങിക്കിടന്നാലും ഞാൻ ദൈവത്തിൽ മാത്രം ആശ്രയിക്കും. നമ്മൾ ദൈവത്തോട് പറ്റിയിരുന്നാൽ ദൈവത്തിന് ആ വിഷയത്തിൽ നമ്മളെ പിന്മാറ്റുവാൻ കഴിയുകയില്ല. ഒരിക്കലും ഒരു പിതാവ് തൻ്റെ മക്കൾ വന്ന് അപ്പച്ച എനിക്ക് ഇത് വേണം, അല്ലെങ്കിൽ അപ്പ എനിക്ക് ഇത് വേണോ എന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ട് ഒരു അപ്പൻ ഒരിക്കലും മൈൻഡ് ചെയ്തിരിക്കാൻ സാധിക്കില്ല, ഒരു മാതാവിന് മൈൻഡ് ചെയ്തിരിക്കാൻ സാധിക്കില്ല. അതുപോലെയാണ് നമ്മുടെ പിതാവ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പറ്റിച്ചേർന്നിരുന്നാൽ മതി. തീർച്ചയായിട്ടും ദൈവം ആ വിഷയങ്ങൾക്ക് മറുപടി അയക്കുമെന്ന് പൂർണ്ണമായും നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, പറ്റിച്ചേർന്ന് ദൈവത്തോടിരിക്കുക. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ദൈവത്തിൻ്റെതായ അത്ഭുത വിടുതലുകൾ നമ്മുടെ വിഷയങ്ങളുടെ മേൽ വരുന്നത് നമുക്ക് തന്നെ കാണുവാനായിട്ട് ഇടയായി തീരും. നിങ്ങൾ ഇത് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കുക. നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ വരുന്ന മറുപടികൾ ഞങ്ങൾക്ക് മെസ്സേജിലൂടെ അറിയിക്കണം. ദേവദാസനെ അറിയിച്ചാൽ മതി. തീർച്ചയായിട്ടും ദേവദാസൻ ഞങ്ങളെ അറിയിച്ചോളും. ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വിഷയങ്ങളെ ഓർത്തുകൊണ്ട്, നിങ്ങളുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ മാത്രം വെച്ചുകൊണ്ട് പറ്റിച്ചേർന്നുകൊണ്ട് ദൈവത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. ഇവിടെ പറയുന്നുണ്ട് അത്തിവൃക്ഷം ഒരിക്കലും തളർക്കുകയില്ലായിരിക്കാം. അത്തിവൃക്ഷം പട്ടുപോയി കഴിഞ്ഞാൽ ഒരിക്കലും തളർക്കുകയില്ലായിരിക്കാം. മുന്തിരിവള്ളിയിൽ ഒരിക്കലും മുന്തിരിവള്ളി നമുക്ക് തരുന്ന കാര്യങ്ങൾ ഒരിക്കലും തന്നില്ലായിരിക്കാം. ഇനി ഒരിക്കലും ഒലിവ് മരം എന്ന് പറഞ്ഞ മരങ്ങളുടെ രാജാവാണ്. ഈ ഒലിവ് മരം ഒരിക്കലും നമുക്ക് ഫലങ്ങൾ തന്നില്ല. പക്ഷേ എങ്കിലും ഞാൻ യഹോവയിൽ ആശ്രയിക്കും. നമ്മൾ യഹോവയിൽ ആശ്രയിക്കും. ഇതൊന്നും എനിക്ക് തന്നില്ലെങ്കിലും, ഇതൊന്നും എനിക്ക് കിട്ടിയില്ലെങ്കിലും ഞാൻ യഹോവയിൽ ആശ്രയിക്കുമെന്നുള്ളതായ പൂർണ്ണ വിശ്വാസം ദൈവത്തിൽ നമുക്ക് അർപ്പിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ടായിരിക്കാം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഞാൻ ഇനി നമുക്ക് കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ലക്ഷ്മി സിസ്റ്ററിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് സഹോദരിയുടെ വിഷയമൊന്നും എനിക്കറിയില്ല, പക്ഷേ ലക്ഷ്മി സിസ്റ്ററിന് വേണ്ടി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഷൈനി സിസ്റ്റർ കടഫാരം
ഓക്കെ, ഷൈൻ സിസ്റ്ററിന് വേണ്ടിയിട്ട്, ലക്ഷ്മി സിസ്റ്ററിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 5 നിമിഷം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവേ ഹല്ലേലൂയ, ദൈവമേ സ്തോത്രം. കർത്താവേ ദൈവമേ, ഇതിലൂടെ മെസ്സേജ് അയച്ചതായ പ്രിയ സഹോദരിമാരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ ഹല്ലേലൂയ, ആ ലക്ഷ്മി സിസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ, ദൈവമേ ഈ മെസ്സേജിന്റെ ആദ്യം മുതൽ തന്നെ ഹല്ലേലൂയ ദൈവമേ മെസ്സേജ് അയച്ച കർത്താവേ സഹോദരി അങ്ങ് അറിയുന്നുവല്ലോ. കർത്താവേ തന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ അവസ്ഥകളിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ എന്റെ കർത്താവ് നൽകുമാറാകണം. ദൈവത്തിൽ പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട് കർത്താവെ തന്റെ വിഷയങ്ങൾ അങ്ങയോട് കർത്താവെ സമർപ്പിക്കാനുള്ള കൃപ പ്രിയ ദേവദാസി കർത്താവ് നൽകുമാറാകണം. കർത്താവെ കടഭാരത്തിൽ നിന്ന് വിടുതൽ എന്റെ കർത്താവ് കൊടുക്കുമാറാകണം. കർത്താവെ തന്റെ കുടുംബ ജീവിതത്തിൽ കർത്താവെ ഒരു അനുഗ്രഹം കർത്താവ് നൽകുമാറാകണം. കർത്താവെ നമ്മൾ അനുഭവിക്കുന്ന എന്ത് വിഷയങ്ങൾ തന്നെ ആയിരുന്നാലും കർത്താവെ ഹല്ലേലൂയ, ഒരു സ്നേഹമുള്ള പിതാവ് എന്ന പോലെ ഞങ്ങൾക്ക് അങ്ങയോട് അപേക്ഷിപ്പാൻ കഴിയുമല്ലോ കർത്താവെ. അതിനുള്ള തെളിവാണല്ലോ കർത്താവെ ഞങ്ങൾ ഇപ്പോൾ പഠിച്ചതായ ഈ പുസ്തകം. കർത്താവെ ഹല്ലേലൂയ, പൂർണ്ണമായ വിടുതൽ കർത്താവെ വരും ദിവസങ്ങളിൽ കർത്താവെ ഹല്ലേലൂയ പ്രിയ സഹോദരരുടേതായ വിഷയങ്ങളുടെ മേൽ കർത്താവ് മഞ്ഞും മഴയും അയക്കുമാറാകണം. കർത്താവെ ഹല്ലേലൂയ, സാക്ഷ്യങ്ങളിലൂടെ അത് പറയുവാൻ കർത്താവ് ഇടയാക്കുമാറാകണം. കർത്താവെ ഹല്ലേലൂയ, സ്തോത്രം. കർത്താവെ ഷൈനി സിസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തന്റെ കടഭാരത്തിലൊക്കെ പൂർണ്ണമായ വിടുതലിന്റെ കർത്താവ് നൽകുമാറാകണം. കർത്താവെ ഹല്ലേലൂയ, ദൈവമേ സ്തോത്രം. കർത്താവെ ഹല്ലേലൂയ, എന്റെ ദൈവമേ അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല. കർത്താവെ ഹല്ലേലൂയ, ദൈവമേ ഹല്ലേലൂയ, പ്രവാചകന്റെ ഭാര്യയും മക്കളെയും കർത്താവെ ഹല്ലേലൂയ പിടിക്കുവാൻ കടക്കാർ വന്നിന്നപ്പോൾ കർത്താവെ അങ്ങ് ഒരുക്കി കൊടുത്ത വഴികൾ ഞങ്ങൾ വചനത്തിൽ വായിച്ചതാണ്. കർത്താവെ ദൈവമേ ഓരോ സാഹചര്യങ്ങളിലും കർത്താവ് അങ്ങ് തുറക്കുന്ന വഴികൾ ഞങ്ങൾ പോലും കർത്താവ് അറിയാത്ത വഴികളാണ്. ഞങ്ങൾ ഈ പുസ്തകം കർത്താവ് വായിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയുന്നു. കർത്താവെ വഴികളെ വാതിലുകളെ ദൈവം തുറക്കുമാറാകണം. കർത്താവെ വരും ദിവസങ്ങളിൽ കർത്താവ് അവർ അനുഭവിക്കുന്ന വിഷയങ്ങളുടെ മേലുള്ളതായ പൂർണ്ണ വിടുതൽ കർത്താവ് നൽകിയെന്ന് കേൾക്കുവാൻ ദൈവമേ അങ്ങ് ഇടയാക്കുമാറാകണം. കർത്താവെ ഹല്ലേലൂയ, അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല അപ്പച്ച, അങ്ങയുടെ കൃപയാലാണ് അപ്പച്ച ഞങ്ങൾ ആയിരിക്കുന്നത്. പിതാവെ ഹല്ലേലൂയ, 2 സഹോദരിമാരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ പൂർണ്ണമായും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രത്യേകമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഹബക്കൂക്കിന്റെ പ്രവചനം നമ്മൾ വായിക്കണം. വെറും 3 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് വായിക്കേണ്ട. വായിക്കും തോറും ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുവാനായിട്ട് ഇടയായിത്തീരും. അത് വെച്ചുകൊണ്ട് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ അപേക്ഷിക്കണം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദേവദാസിനെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കാം. ഷാനിമോൾ, എൻ്റെ മോളുടെ 3 വർഷം പാഴായിപ്പോയി, പല തടസ്സങ്ങൾ, അഡ്മിഷൻ കിട്ടാൻ ഓക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഷാനിമോൾ പി പോൾ എന്ന് പറഞ്ഞ സിസ്റ്റർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ അത് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവമേ കർത്താവെ, സിസ്റ്റർ അയച്ചു ധരിക്കുന്ന കർത്താവെ പ്രാർത്ഥന വിഷയത്തെ അങ്ങയുടെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആ പാഴായി പോയ 3 വർഷങ്ങൾ കർത്താവെ ഹല്ലേലൂയ ദൈവമേ കർത്താവെ അത് അനുഗ്രഹത്തിന് കർത്താവെ വരും ദിവസങ്ങളിൽ കർത്താവെ കാരണമാക്കി ദൈവം തീർത്തു കൊടുക്കുമാറാകണം. കർത്താവെ ആ പ്രിയ മോളുടെ കർത്താവെ ഹല്ലേലൂയ ഫ്യൂച്ചറിനെ കർത്താവെ ഞങ്ങൾ കർത്താവെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവെ ആ കുഞ്ഞിനെ ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ ഹല്ലേലൂയ, കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി കർത്താവെ ഹല്ലേലൂയ അവൾ ആഗ്രഹിക്കുന്ന തലത്തിൽ കർത്താവ് നൽകുമാറാകണം. കർത്താവെ ഞങ്ങൾ ആ കുഞ്ഞിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയുടെ കൃപ കുഞ്ഞിനോട് കൂടെ ഇരിക്കുന്ന കൃപകൾക്കായി സ്തോത്ര. മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ആ വിഷയങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഞങ്ങൾ ഷാൻ സിസ്റ്റർ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചോളാം. സിജു പാസ് ഞാൻ തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതിൽ വന്ന വിഷയങ്ങളെല്ലാം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. സ്തോത്രം സ്തോത്രം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇനി പ്രാർത്ഥനാ സബ്ജക്റ്റുകളൊന്നും കാണുന്നില്ല. 3 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ദൈവത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങൾ അത് എഴുതി വെച്ച് പ്രാർത്ഥിച്ചോളാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ലതിക ഡെന്നിസൺ കടഭാരം മാറാൻ വേണ്ടി ലതിക ഡെന്നിസൺ സിസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. കടഭാരമാണ്. തീർച്ചയായിട്ടും പ്രാർത്ഥിക സിസ്റ്റർ. കർത്താവെ ലതിക സിസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പിതാവേ ഹല്ലേലൂയ. കർത്താവേ യേശുവേ ദൈവമേ തന്റെ കടഭാരത്തിന് പൂർണ്ണമായ വിടുതലിന്റെ കർത്താവ് നൽകുമാറാകണം. കർത്താവെ ഹല്ലേലൂയ. ഞങ്ങളുടെ അപ്പച്ചൻ ധനികനാണ് കർത്താവെ. ഞങ്ങൾ കർത്താവെ ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകത്തിൽ ഞങ്ങൾ കർത്താവെ പഠിച്ചതുപോലെ ഈ വിഷയങ്ങളുമായി ഞങ്ങളുടെ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവം എങ്ങനെ മറുപടി അയക്കുന്നു ഞങ്ങൾ കർത്താവെ കാത്തിരുന്ന് കർത്താവെ ആകാംക്ഷയോടെ കർത്താവെ ഞങ്ങൾ ഈ വിഷയത്തെ ഓർത്തുകൊണ്ട്
കൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവമേ ഹല്ലേലൂയ. ഈ കടഭാരത്തിൽ നിന്ന് പൂർണ്ണമായി പൊട്ടി പുറത്തു വരുവാൻ ദൈവമേ ലതിക സിസ്റ്റർ സഹായിക്കുമാറാകണം കർത്താവെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവെ ഹല്ലേലൂയ. ദൈവമേ കർത്താവ് എന്ത് ബാധ്യത തന്നെയായിരുന്നാലും കർത്താവെ ദൈവത്തിന് സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. അങ്ങ് ഈ വിഷയത്തിന്റെ മേൽ അത്ഭുത വിടുതൽ കർത്താവ് അയക്കുമാറാകണം കർത്താവെ. മഞ്ഞും മഴയും കർത്താവ് അയക്കുമാറാകണം കർത്താവെ. ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ കടഭാരം എന്നുള്ളതായ കർത്താവെ ആ പോരിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ തന്റെ മകൾക്കും കുടുംബത്തിനും നൽകി കർത്താവ് മാനിച്ച് കർത്താവ് അനുഗ്രഹിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ലതിക സിസ്റ്റർ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചോളാം. വിഷമിക്കേണ്ട. ഞങ്ങൾ വിഷയം എഴുതി വെച്ച് തന്നെ പ്രാർത്ഥിച്ചോളാം. ഇതിൽ വാച്ച് ചെയ്യുന്നതായ എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ വിഷയങ്ങളെ ദൈവത്തോട് ഒരിക്കലും ചോദ്യം ചെയ്യാതെ നിങ്ങളുടെ വിഷയങ്ങളുമായി ദൈവത്തോട് പറ്റിച്ചേർന്ന് ദൈവത്തെ നമ്മൾ കൂടുതൽ അറിയാൻ ശ്രമിച്ചാൽ നമുക്ക് ഈ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. ദൈവത്തിൽ ചേർന്നിരുന്ന് നമ്മുടെ വിഷയങ്ങളെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. വരും ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളുടെ മേൽ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ മറുപടി ദൈവം അയക്കട്ടെ എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഷാനിമോൾ സിസ്റ്ററിന്റെ ഫാമിലി പ്രോബ്ലം ഉണ്ട്. ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചോളാം കർത്താവെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെതായ കുടുംബജീവിതത്തിന്റെ മേലുള്ളതായ നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബജീവിതമാകട്ടെ, ജോലി വിഷയങ്ങളാകട്ടെ, കടഭാരമാകട്ടെ, എന്ത് തന്നെ ആയിരുന്നാലും നമ്മൾ ആ വിഷയങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കൊടുത്താൽ മാത്രം മതി കർത്താവെ. ഹല്ലേലൂയ. തന്റേതായ ഫാമിലി പ്രോബ്ലംസിന്റെ മേൽ കർത്താവിന്റെ കൃപ ഇറങ്ങുമാറാകണം കർത്താവെ. ദൈവം ഇന്നു മുതൽ കർത്താവെ. ഹല്ലേലൂയ. സിസ്റ്റർ കർത്താവെ. ഹല്ലേലൂയ. ആ വിഷയത്തിന്റെ മേൽ കർത്താവെ ഒരു ചേഞ്ച് അനുഭവപ്പെടുവാൻ ദൈവം ഇടയാക്കുമാറാകണം കർത്താവെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവെ ഞങ്ങൾ വെറുതെ പ്രാർത്ഥിച്ചു പോകുന്നവരല്ല കർത്താവെ. ഞങ്ങൾ ആ വിഷയങ്ങൾക്കുള്ള മറുപടിക്ക് വേണ്ടി ആകാംക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നവരാണ് കർത്താവെ. ദൈവമേ ഹല്ലേലൂയ. ദൈവമേ തന്റെ ഫാമിലി ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് നൽകിയ ഫാമിലിയാണ് കർത്താവെ. പൂർണ്ണമായിട്ടുള്ള വിടുതലിന്റെ കർത്താവ് നൽകുമാറാകണം. താൻ അനുഭവിക്കുന്നത് എന്ത് വിഷയങ്ങൾ തന്നെയായിരുന്നാലും കർത്താവെ അങ്ങ് അറിയുന്നു കർത്താവെ. ഹല്ലേലൂയ. പൂർണ്ണമായ വിടുതൽ കർത്താവെ തന്റെ ജീവിതത്തിലും കർത്താവ് കുടുംബത്തിലും നൽകി ദൈവം മാനിക്കുന്ന കൃപകൾക്കായി സ്തോത്ര യേശുപ്പച്ച. ദൈവമേ ഞങ്ങളുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല, അങ്ങ് നൽകിയ കൃപയാലാണ് അടിയനായിരിക്കുന്നത് കർത്താവെ. ദൈവമേ ആ കൃപയിൽ നിന്നുകൊണ്ട് അടിയനെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവെ അങ്ങ് പൂർണ്ണ വിടുതൽ നൽകുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സമയം ഇവിടെ തീർന്നിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ഞങ്ങളിവിടെ പ്രാർത്ഥിക്കാം. ഞങ്ങളിവിടെ എഴുതുന്നുണ്ട്. ഞങ്ങളെ ഓർത്തുകൊണ്ട് നിങ്ങൾ എവരും പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്. അവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കുടുംബജീവിതത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. ഞങ്ങൾ വയൽപ്രദേശ് അധ്വാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ഹിതപ്രകാരം തന്നെ മുൻപോട്ട് പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുന്നു. സമയം കിട്ടുമ്പോഴെല്ലാം ഈ പുസ്തകം വായിക്കുക, ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിന് മേലും അത്ഭുതം പ്രവർത്തിക്കുന്നു പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ ഈ ചെറിയ മെസ്സേജിനെ ഇവിടെ ഇപ്പം വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ, ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഉപജീവന മാർഗം കിട്ടാൻ വേണ്ടിയിട്ട് വിജി എന്ന് പറഞ്ഞ സിസ്റ്റർ ആണെന്ന് തോന്നുന്നു. പ്രാർത്ഥിക്കാൻ. ദൈവമേ ഹല്ലേലൂയ. ഉപജീവനത്തിന്റെ മാർഗം കർത്താവ് തുറന്നു കൊടുക്കുമാറാകണം കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ ഹല്ലേലൂയ. കർത്താവിന്റെ ജീവിതത്തിൽ കർത്താവെ താൻ അനുഭവിക്കുന്ന വേദനകൾ കർത്താവ് അറിയുന്നുവല്ലോ. ദൈവമേ സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ ഹല്ലേലൂയ. കർത്താവെ ദൈവത്തിന് സ്തോത്രം. അങ്ങയുടെ പക്കൽ കർത്താവെ ഹല്ലേലൂയ മറുപടി ഇല്ലാത്തതായ ഒരു വിഷയങ്ങളും ഇല്ല അപ്പച്ച. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് കർത്താവെ. ഹല്ലേലൂയ. യേശുപ്പച്ച ഒരു ഉപജീവന മാർഗ്ഗം കർത്താവെ തുറന്നു കൊടുക്കുമാറാകണം കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ വരും ദിവസങ്ങളിൽ അത്ഭുതത്തെ താൻ കാണുവാൻ ദൈവം ഇടയാക്കുമാറാകണം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവ് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദേവദാസൻ കുറച്ച് സമയം കൂടെ തന്നിരിക്കുകയാണ്. താങ്ക് യു പാസ്റ്റർ. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരുടെ വിഷയങ്ങൾ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ഈ ഹബക്കൂക്കിന്റെ പ്രവചനം ഒരിക്കൽ കൂടെ ഞാൻ ആഹ്വാനം ചെയ്യണം. വേറൊന്നും കൊണ്ടല്ല, എനിക്കിത് വായിച്ചപ്പോൾ വളരെയധികം ആശ്വാസത്തിന്. കാരണം നമ്മൾ ചോദിക്കുന്നതായ ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനുള്ള മറുപടിയാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് വായിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നത്. കാരണം ഈ ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകം ഞാൻ നേരത്തെ വായിച്ചിട്ടില്ല. സത്യമായിട്ട് ഞാനുള്ള കാര്യം ഞാൻ പറയുകയാണ്. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വായിക്കുന്നതും പഠിക്കുന്നതും. അപ്പോൾ അതിനോടുള്ളതായ പഠിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. നമ്മളും അങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ ഇത് പഠിക്കുമ്പോഴാണല്ലോ നമുക്കത് കൂടുതലും നമുക്ക് ഇത് മനസ്സിലാകുന്നത്. അപ്പോൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇത് വായിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ഹബക്കൂക്ക് പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട്.
താൻ ഒരുപാട് ഒരു പ്രവാചകൻ എന്നതിലുപരി താൻ വളരെയധികം സംശയമുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. നമ്മളും അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി സംശയങ്ങളല്ലേ. അപ്പൊ പ്രവാചകൻ എന്നതിലുപരി ചാപ്റ്റർ എന്ന് പറയുന്നത് ഹബക്കൂക്ക് പ്രവചന പുസ്തകം 3-ന്റെ ഷാനി സിസ്റ്റർ 3-17-18 അതിൽ ലാസ്റ്റ് വാക്യമാണ് ഞാനിന്ന് വായിച്ചത്. ഞാൻ ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകം വായിക്കണമേ, അതാണ് ഞാൻ പറഞ്ഞത്, ചാപ്റ്റർ 3-17-18 ഈ വാക്യമാണ് ഞാനിന്ന് വായിച്ചത്. അപ്പോൾ നിങ്ങൾ ഈ ഫുൾ അധ്യായം നമ്മൾ വായിക്കണം. വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കാരണം ഈ പ്രവാചകൻ ദൈവത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ദൈവം കൊടുക്കുന്നതായ മറുപടികളാണ് ഇതിനത്. അപ്പം നമ്മുടെ വിഷയങ്ങളും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ പലപ്പോഴും നമുക്ക് ഒരുപാട് ചോദ്യങ്ങളാണ്, നമുക്ക് ഒരുപാട് സംശയങ്ങളാണ് അല്ലേ. അപ്പോൾ ദൈവം അതിനുള്ള മറുപടിയൊക്കെ ദൈവം തരുന്നതായിട്ടുള്ള ആ ഒരു പുസ്തകമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മളിത് പ്രാർത്ഥിക്കണമേ എന്ന് വായിക്കണമേ, നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിച്ചത്. തീർച്ചയായിട്ടും ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ മകൾക്ക് ഒരു ജോലി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക സിസ്റ്റർ, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക. ലതിക സിസ്റ്ററിന് ഒരു മകളുടെ ജോലിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം സിസ്റ്ററിന്. ദൈവം മകൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ മകൾ ആഗ്രഹിക്കുന്ന തരത്തിൽ തന്നെ ഒരു ജോലി ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഇതിൽ വാച്ച് ചെയ്ത എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ പോകണമെന്നല്ല ഞാൻ ആഗ്രഹിച്ച് സത്യം പറഞ്ഞ് പെട്ടെന്ന് വാക്യം വായിച്ച് അതിൻ്റെതായ കാര്യങ്ങൾ കണ്ടന്റുകൾ പറഞ്ഞ് ദൈവത്തിൻ്റെതായ വചനം പറഞ്ഞിട്ട് പെട്ടെന്ന് ഇരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടിയൊക്കെ വരുമെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. പക്ഷെ അത് ദൈവത്തിൻ്റെ നടത്തിപ്പായിട്ട് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്നതായ ഓരോ വിഷയങ്ങൾ അതിൻ്റെതായ രീതിയിൽ എനിക്ക് മനസ്സിലാക്കുവാനേ കഴിയും. ഞാൻ വെറുതെ പറയുന്നതല്ല. എനിക്ക് നിങ്ങൾ ഏത് അർത്ഥത്തിലാണ് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുന്ന ആ രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുവാനായി എനിക്ക് കഴിയും. ഞങ്ങളുടെ ചർച്ചിലൊരു ലേഡീസ് വിങ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ അതിൽ ഓരോ വിഷയങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാണ്. അതുകൊണ്ട് പ്രാർത്ഥന ഒരിക്കലും ഞങ്ങൾ പിന്നോട്ട് പോവുകയില്ല. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥന ശക്തിയാണ്. പക്ഷെ നമ്മൾ ദൈവത്തോട് എങ്ങനെ അടുത്ത് ചെല്ലുന്നു എന്ന് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ദൈവത്തെ നമ്മൾ ആശ്രയിച്ച് ദൈവത്തോട് പറ്റിച്ചേർന്ന് നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ വിഷയങ്ങൾക്കുള്ള മറുപടി ദൈവം തീർച്ചയായിട്ടും തരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഞങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ എൻ്റെ മെസ്സേജോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ദേവദാസൻ ഒരിക്കൽ കൂടെ നന്ദിയെയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്തോത്രം സ്തോത്രം. എന്ത് ചെയ്യുന്നത്